കല്യാണി അമ്മ കുഞ്ഞിനെ എടുത്ത് ഗായത്രിയുടെ റൂമിലേക്ക് പോയി. ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡോറ് തുറന്ന കല്യാണിയമ്മ കണ്ടത് നിലത്ത് കുത്തിയിരുന്ന് കരയുന്ന ഗായത്രിയാണ്. അവർ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി. നിലത്ത് കുത്തിയിരുന്ന് കല്യാണിയമ്മ ഗായത്രിയെ വിളിച്ചു. ഗായത്രി മോളെ, കുഞ്ഞേ, എന്താ ഇത്, ഒന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് അവളെ തട്ടി വിളിച്ചു. മുടിയൊക്കെ വല്ലാതായി ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു അവളുടെ കോലം. കല്യാണമ്മ വിളിച്ചിട്ടൊന്നും അവൾ മുഖമുയർത്തി നോക്കിയത് പോലുമില്ല, ഒന്ന് പ്രതികരിച്ചു പോലുമില്ല. പക്ഷേ അവളുടെ കുഞ്ഞിപ്പെണ്ണ് അപ്പോഴാണ് ശബ്ദം ഇട്ടത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ മുഖമുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാതൃത്വം നഷ്ടപ്പെട്ട അവളുടെ വേദന എത്രത്തോളം തീവ്രമാണെന്ന് ഗായത്രിയുടെ അവസ്ഥ കണ്ട ആർക്കും മനസ്സിലാവും. അത്ര ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. കല്യാണി അമ്മയ്ക്കൊരു നിമിഷം എന്താ അവളോട് പറയേണ്ടത്, അല്ല എന്താ ആ സമയം ചോദിക്കേണ്ടത് എന്നൊന്നും അറിയാതെ അവർ നിന്നുപോയി. മുഖമുയർത്തി നോക്കിയ ഗായത്രിയുടെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിലായിരുന്നു. കല്യാണിയമ്മ അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. മോളെ ഗായത്രി, എന്തിനാ കുഞ്ഞെ നീ കരഞ്ഞേ? നിനക്ക് എന്താ പറ്റിയേ? മോളുടെ പീരീഡിൽ കാണുമ്പോൾ നിനക്ക് വിഷമമായോ നിന്റെ കുഞ്ഞിനെ ഓർത്തിട്ട്? അല്ല, നിനക്ക് വാവയ്ക്ക് പേരിട്ടത് ഇഷ്ടമായില്ലേ? എന്തെങ്കിലും ഒന്ന് പറ, നീ ഇങ്ങനെ ഇരിക്കാതെ കൊച്ചേ, കല്യാണിയമ്മ അവളോട് പറഞ്ഞു. പക്ഷെ അതൊന്നും അവളുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. അവളുടെ കണ്ണ് നേരെ എത്തിയത് അവളുടെ കുഞ്ഞിപ്പെണ്ണിൽ മാത്രമായിരുന്നു. കസവിൻ്റെ പട്ടുപാവടയിട്ട് വലിയ ചന്ദനപ്പൊട്ടും വെച്ച് ഓമനത്തും തുളുമ്പുന്ന മുഖവുമായി തന്നെ നോക്കി ചിരിക്കുന്ന, തൻ്റെ അടുത്ത് വരാൻ കൈനീട്ടുന്ന തൻ്റെ കുഞ്ഞിൻ്റെ മേലെ മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. ഇത്രകാലം കുഞ്ഞിപ്പെണ്ണിനെ നോക്കുകയും അവളെ സ്നേഹിക്കുകയും അവളെ മുലയൂട്ടുകയുമെല്ലാം ചെയ്യുമെങ്കിലും സ്വന്തമല്ല എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിധി അവൾ നിശ്ചയിച്ചിരുന്നു കുഞ്ഞിനോട് അടുക്കാൻ. എന്നാൽ ഇപ്പോൾ കല്യാണി അമ്മയുടെ കയ്യിലിരിക്കുന്നത് തൻ്റെ ശിവമോള് തന്നെയാണ് എന്നൊരു വിശ്വാസം അവളുടെ ഉള്ളിൽ വളരെ ഉറപ്പോടെ പതിഞ്ഞുപോയി. അതായത് നമ്മുടെ പാറുമോള് തന്നെയാണ് അവളുടെ ശിവമോള്. ഇനി ശിവമോള് എന്ന് വിളിക്കാട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവൾ ഓരോ നിമിഷം നോക്കുമ്പോഴും കുഞ്ഞിൻ്റെ മേൽ അവൾക്ക് ഒരു അധികാരമുണ്ടെന്ന് അവൾ നിശ്ചയിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. കുഞ്ഞ് തൻ്റേതാണെന്ന്, തൻ്റെ മാത്രമാണെന്ന്, തൻ്റെ മാതൃത്വത്തിൻ്റെ ഏക അവകാശിയാണെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ മാതൃവാത്സല്യത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നില്ല. അവൾ കല്യാണി അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. ഒരുതരം പിടിച്ചു വാങ്ങുന്ന പോലെയായിരുന്നു വാങ്ങിയത്. എന്നിട്ട് കുഞ്ഞിൻ്റെ കവിളിലും മുഖത്തിലും കുഞ്ഞു ചുണ്ടിലുമെല്ലാം തുരുതുരാന്ന് ഉമ്മ വെച്ചു. കുഞ്ഞിനെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഗായത്രി ചേർത്ത് പിടിച്ചതും കുഞ്ഞിപ്പെണ്ണും യാതൊരു വാശിയും കാണിക്കാതെ അവളുടെ നെഞ്ചോട് ചേർന്നിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് അവളുടെ അമ്മ ആരാന്ന് ഇപ്പം തിരിച്ചറിയാം. മോളെ, എന്താ മോളെ ഇത്? കല്യാണിയമ്മ ഇതാരാന്നറിയോ? തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അറിയോ, എൻ്റെ മോളാ, എൻ്റെ ശിവമോള്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മോളെ ദൈവം എനിക്ക് തിരിച്ചു തന്നതാ. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അവളെ ഞാൻ വിട്ട് കളയില്ല. എൻ്റെ സ്നേഹമെല്ലാം കൊടുത്ത് ഞാൻ വളർത്തും എൻ്റെ മോളെ, നിറകണ്ണുകളോടെ ഗായത്രി പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി അമ്മയ്ക്ക് ആകെ വല്ലാണ്ടായി. കാരണം ശിവമോള് അനാഥ കുഞ്ഞല്ല, എടുത്തു വളർത്താൻ അവൾക്ക് രുദ്രൻ എന്ന അച്ഛനുണ്ട്. അവൻ ഗായത്രി മോള് കുഞ്ഞിനെ ഇങ്ങനെ അടുക്കി പിടിക്കുന്നത് അറിഞ്ഞാൽ സമ്മതിക്കുമോ? കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനം ഗായത്രി മോൾക്ക് കൊടുക്കുമോ? എന്തായാലും സ്വന്തം കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിക്കാൻ ഗായത്രിക്ക് ആവില്ല. രുദ്രൻ എന്നെങ്കിലും പോകുമ്പോൾ അവൻ്റെ ഒപ്പം മോളും പോവില്ലേ? അങ്ങനെ പോയാ ഗായത്രിയുടെ അവസ്ഥ എന്താവും? ശിവമോള് പോയാ ഗായത്രിയുടെ കാര്യം കഷ്ടത്തിലാവും. അതെല്ലാം ആലോചിച്ച് കല്യാണി അമ്മയുടെ മനസ്സിൽ എന്തോ ഉരുണ്ടുകൂടുന്ന പോലെ തോന്നി. കല്യാണി അമ്മയ്ക്ക് കുഞ്ഞിൻ്റെയും ഗായത്രിയുടെയും സ്നേഹപ്രകടനങ്ങളൊന്നും കണ്ടു നിൽക്കാനായില്ല.
മനസ്സിൽ പ്രയാസങ്ങൾ വന്ന് മൂടുന്ന പോലെയായിരുന്നു അവരുടെ അവസ്ഥ. മോളെ, ഞാനിപ്പോൾ വരാം. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് എത്തുന്നവരെ അവരുടെ ചിന്ത പലതായിരുന്നു. ചന്ദ്രശേഖരനെ പോലെ രുദ്രനെയും ഗായത്രിനെയും എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണം എന്ന് അവർ പോലും ചിന്തിച്ചു. ഗായത്രിയുടെ അവസ്ഥ കണ്ടപ്പോൾ അത് മാത്രമായിരുന്നു ഒരു പ്രതിവിധി, ഇവരുടെ രണ്ടാളുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളത്. ഇതേ സമയം കുഞ്ഞിപ്പെണ്ണ് നല്ല സന്തോഷത്തിലായിരുന്നു. അവളുടെ ഗായത്രിയമ്മയുടെ അടുത്തല്ലേ ഇപ്പോൾ. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ഗായത്രിയുടെ മടിയിൽ കിടന്ന് അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗായത്രി ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓരോ കുസൃതികളും ഓരോ കളിച്ചിരികളും എല്ലാം നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുറേ കളിച്ച ശേഷം കുഞ്ഞിപ്പെണ്ണ് ഗായത്രിയുടെ ശരീരത്തിലൂടെ കൈയൊടിക്കാൻ തുടങ്ങി. എന്തിനോ വേണ്ടി. അമ്മിഞ്ഞപ്പാലിൻ്റെ മണം അവൾ അറിഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു. ഗായത്രിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയാണ് കുഞ്ഞിപ്പെണ്ണ് തേടുന്നേ എന്ന്. അവൾ കുഞ്ഞിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. എന്താടി ചക്കരെ, അമ്മയുടെ മോൾക്ക് വിശക്കുന്നുണ്ടോ? നിൽക്കേട്ടോ, അമ്മ പാല് തരാവേ എന്ന് പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിന് പാല് കൊടുക്കാൻ തുടങ്ങി ഗായത്രി. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ നിമിഷമായിരുന്നു അത്. പാല് കൊടുത്ത് കുഞ്ഞിപ്പെണ്ണിൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ അങ്ങോട്ട് കുഞ്ഞിപ്പെണ്ണുമായുള്ള കളിയായി. കുഞ്ഞിപ്പെണ്ണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സത്യത്തിൽ ഗായത്രി വാങ്ങിക്കൊടുത്തതാണ്. അത് കല്യാണിയമ്മ വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ധരിപ്പിച്ചത്. ഗായത്രിയുടെ ഷെൽഫിൽ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുണ്ട്. രുദ്രൻ കുഞ്ഞുമായി വന്ന അന്ന് മുതൽ അവൾ വാങ്ങാൻ തുടങ്ങിയതാണ്. അതിൽ നിന്ന് നല്ല ചന്തമുള്ള ഒരു പിങ്ക് കളർ ഫ്രോക്ക് എടുത്ത് കുഞ്ഞാവയെ അണിയിച്ചു ഗായത്രി. ഡ്രസ്സിനും മാച്ചായി ഒരു ബോയ് ഉണ്ടായിരുന്നു. രുദ്രനെ പോലെ വലിയ കണ്ണായിരുന്നു ശിവമോൾക്കും. ആ കണ്ണിൽ കരിമഷി എഴുതി കൊടുത്തു ഗായത്രി. എന്നിട്ട് കവളിൽ ദൃഷ്ടിപ്പൊട്ടും വെച്ചു. കുഞ്ഞിൻ്റെ ചന്തം ആസ്വദിച്ചിട്ടും അവൾക്ക് മതിയാവില്ലായിരുന്നു. അപ്പോഴേക്കും കല്യാണിയമ്മ വന്നു. മോളെ ഡ്രസ്സ് മാറ്റിയോ കുഞ്ഞിൻ്റെ? ശരി, ഇങ്ങ് തന്നേക്ക്, വാവയ്ക്ക് പാല് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ കല്യാണിയമ്മ പോയി. അമ്മ, അത് വേണ്ട. കുഞ്ഞിന് ഞാൻ പാല് കൊടുത്തു, വയറ് നിറച്ചിരിക്കുക കള്ളി. കല്യാണിയമ്മയോട് ചിരിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു. അവളത് പറഞ്ഞതും കല്യാണിയമ്മയുടെ മുഖം മാറി. അവർക്ക് നല്ല വിഷമമായി. ഈശ്വരാ, അകറ്റാൻ നോക്കുന്തോറും അടുക്കുകയാണല്ലോ ഇവർ. കുഞ്ഞിനി പാല് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഗായത്രി മോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് കല്യാണിയമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു. ഒരിക്കൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവളുടെ രൗദ്രഭാവം കല്യാണിയമ്മ കണ്ടതാണല്ലോ. എന്നാലും കല്യാണിയമ്മ പറഞ്ഞു, ഗായത്രിയെ ഒന്ന് നോക്കിയ ശേഷം, മോളെ ഇത് വേണ്ട. മറ്റൊന്നും കൊണ്ടല്ല അമ്മ പറയുന്നത്. മോൾ ഓഫീസിൽ പോയാൽ എന്ത് ചെയ്യും? കുഞ്ഞിനിത് ശീലമായാലോ? ഓ അതാണോ? അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. രാവിലെ എന്തായാലും അമ്മയല്ലേ കുഞ്ഞിനെ നോക്കുന്നേ. അപ്പോൾ എൻ്റെ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ രാത്രിയും എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കൂ. ഇനി എന്തായാലും ശരി, ഞാൻ ഇവളെ എൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റില്ല. ഇവളെ എൻ്റേതാ, ഈ ഗായത്രിയുടെ സ്വത്ത്. ഇനിയിപ്പോൾ രുദ്രം വന്ന് ചോദിച്ചാലും ശരി, ഞാൻ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല. ഉറച്ച ശബ്ദത്തോടുകൂടി ഗായത്രി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കല്യാണി അമ്മയോട് പറഞ്ഞു. കല്യാണി അമ്മയും എതിർത്തൊന്നും പറയാൻ പോയില്ല. കാരണം അവളുടെ മാനസികാവസ്ഥ എന്തെന്ന് മറ്റാരേക്കാളും കല്യാണി അമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ പറഞ്ഞിട്ടും ഗായത്രി അനുസരിക്കില്ല എന്നറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ഒന്നും പറയാൻ പോയില്ല. രുദ്രൻ തിരിച്ചെത്തുന്നവരെ ഗായത്രിയുടെ കയ്യിൽ തന്നെയായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ അവർ തിരിച്ചെത്തി. രുദ്രൻ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞു കല്യാണിയമ്മയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ കണ്ടപ്പോൾ രുദ്രന് പ്രത്യേകത തോന്നി. കാരണം അവൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെ അണിയിച്ചതൊന്നും അവളുടെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് പുതിയൊരു മാലയും പുതിയ ഫ്രോക്കും അതൊക്കെ കണ്ടപ്പോൾ അവൻ എന്തോ സംശയം തോന്നി. പക്ഷേ അവനത് ചോദിച്ചില്ല. ചിലപ്പോൾ ചന്ദ്രശേഖരൻ സാറ് കൊടുത്തതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇനി ചോദിച്ചാൽ അവർക്ക് വല്ല വിഷമവും തോന്നിയാലോ, അതൊക്കെ കൊണ്ട് അവൻ മിണ്ടാതിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഗായത്രിയും രുദ്രനും ഓഫീസിലേക്ക് പോയി. വളരെ തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. എത്ര തിരക്കുള്ള ദിവസം ആയാലും ഗായത്രി കുഞ്ഞാവയുടെ കാര്യം മറക്കില്ലല്ലോ. അവൾക്ക് എന്തിനേക്കാളും വലുത് അവളുടെ ശിവമോളല്ലേ.
അതുകൊണ്ടൊക്കെ തന്നെ ആരും അറിയാതെ കുഞ്ഞിന് പാല് കൊടുക്കുകയും അവളെ കുളിപ്പിച്ചും അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഗായത്രി ഓഫീസിലേക്ക് എത്തിയത്. പതിവ് പോലെ തന്നെ രുദ്രന് നല്ല വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം വൈകിട്ടാണ് അവൻ ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീൻ ഏരിയയിലുള്ള ടേബിളിൽ അവൻ ഇരുന്നു. അപ്പോഴാണ് അവൻ്റെ മുമ്പത്തെ ബെഞ്ചിലുള്ള 2 സ്റ്റാഫുകൾ തമ്മിൽ പിറുപിറുക്കുന്നത് അവൻ കേട്ടത്. സാധാരണ ഇങ്ങനെയുള്ള ഗോസിപ്പുകളും കുനിഷ്ടകളൊന്നും അവൻ കേൾക്കാൻ നിൽക്കാറില്ല. പക്ഷേ ഇതവൻ ശ്രദ്ധിച്ചു. അവനത് ശ്രദ്ധിക്കാതിരിക്കാനായില്ല. കാരണം എന്താണെന്നറിയോ? അത് നമ്മുടെ ഗായത്രിയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. മാർട്ടിൻ, നീ അറിഞ്ഞോ? ഇന്ന് 2 പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു മാഡത്തെ കാണാൻ. മാഡത്തിനെ കാണാനോ? എന്തിനാ? എന്താ മാഡത്തിനെ കാണാനുള്ള ആവശ്യം? വല്ല പ്രശ്നമുണ്ടോ? അതോ മാഡത്തിൻ്റെ എക്സ് ഹസ്ബൻഡ് ഇല്ലേ മഹേഷ്, അവൻ ജയിൽ ചാടിയെന്ന്. ആണോ? എപ്പോ? 2 ദിവസമായി. അവൻ്റെ ഒപ്പം ജയിലിലുള്ള ജയിൽ പുള്ളികളോടെ അവൻ പറഞ്ഞത്ര മാഡത്തിനെ കൊല്ലാനുള്ള പദ്ധതി അവൻ്റെ കയ്യിലുണ്ടെന്ന്. മാഡം കാരണല്ലേ അവൻ പോലീസ് കസ്റ്റഡിയിലായതും അവൻ ഈ ഗതി വന്നതും. അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകർത്തത് മാഡമല്ലേ. അതിൻ്റെ പ്രതികാരം മാഡത്തോട് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഡത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഈ മഹേഷിലെ വലിയ ക്രിമിനലാ. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമാണ്. സത്യത്തിൽ മാഡത്തിന് ഈ കാര്യങ്ങളൊന്നും വിവാഹത്തിന് മുമ്പ് അറിയില്ലായിരുന്നു. പാവം പെട്ടുപോയതാ. ഈ സംസാരങ്ങളെല്ലാം രുദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഗായത്രിയെ കൊല്ലാനാണ് മഹേഷ് വന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത വന്നുകൂടി. ഗായത്രിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടി. പക്ഷേ രുദ്രന് പോലും അറിയില്ലായിരുന്നു താനെന്തിനാ ഗായത്രിയുടെ കാര്യത്തിൽ ഇത്ര വിഷമിക്കുന്നേ എന്ന്. അല്ല, ഗായത്രി മേഡം എന്ത് പറഞ്ഞു? പോലീസ് പ്രൊട്ടക്ഷൻ വേണം പറഞ്ഞോ? എവിടെ? വലിയ വീരശൂര പരാക്രമിയാണ് എന്നല്ലേ വിചാരം? അതുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞു അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, വരുന്നവിടെ വെച്ച് കാണാന്ന്. അഹങ്കാരി, കൊണ്ടാലേ ഇവളൊക്കെ പഠിക്കുള്ളൂ. ഇതെല്ലാം കേട്ട രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അവന് വേഗം പോയി ഗായത്രിയെ കാണണമെന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവനും. അവൻ വേഗം കൈ കഴുകി ഗായത്രിയുടെ ക്യാബിനിലേക്ക് പോയി. എന്നിട്ട് ക്യാബിൻ ഡോർ വഴി ഗായത്രിയെ നോക്കി. അവൾ എന്തോ ഫയൽ കാര്യമായി നോക്കുന്ന തിരക്കിലായിരുന്നു. അവളെ കണ്ടപ്പോഴാണ് അവന് ഇത്തിരി സമാധാനമായത്. ഒന്നുമില്ലാത്തപ്പോൾ തന്നെ സഹായിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഗായത്രിക്ക് ഒരു അപകടം പറ്റുമെന്ന് ഒരു തോന്നൽ വന്നപ്പോഴേക്കും രുദ്രൻ്റെ ഹൃദയം പിടിക്കാൻ തുടങ്ങി. അത് അവന് പോലും അതിശയമായിരുന്നു. കാരണം അവൻ മറ്റൊരാളുടെ കാര്യത്തിൽ ഇത്രത്തോളം ആദ്യ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതറിഞ്ഞോട്ട് ഗായത്രിയുടെ മേലെയായിരുന്നു രുദ്രൻ്റെ ശ്രദ്ധ മുഴുവനും. അവൾ എവിടെ പോകുന്നു, അവൾ എന്തു ചെയ്യുന്നു എന്നൊക്കെ അവൻ എവിടെ ആയാലും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗായത്രി പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടത്. അവൾ അങ്ങനെ പോകുന്നത് കണ്ടതും അവന് തടയാൻ പറ്റില്ലല്ലോ. അവനാകെ വെപ്രാളായി. ഈ മാഡം എന്താ ഈ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നേ? അവനും ഗായത്രിയുടെ പിന്നാലെ പോയി. പക്ഷെ ഗായത്രി അത്ര തിരക്ക് പിടിച്ചു പോയത് വേറെ എങ്ങോട്ടായിരുന്നില്ല, ചന്ദ്രമംഗലത്തേക്ക് തന്നെ ആയിരുന്നു, അവളുടെ തറവാട്ടിലേക്ക്. തിരക്ക് പിടിച്ച് ഗായത്രി ഇങ്ങോട്ടാണോ വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? പുറകിൽ വന്ന രുദ്രൻ ആലോചിച്ചു. അവൻ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വണ്ടി കടത്തിയില്ല, പകരം പുറകിലെ ഗേറ്റിൽ വെച്ചു. എന്നിട്ട് ഉള്ളിലേക്ക് കയറി. ഗായത്രി നേരെ പോയത് ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. മാഡം എന്താ വീട്ടിലേക്ക് പോകാതെ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയത്? അവൻ്റെ ഉള്ളിൽ സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അവൻ മെല്ലെ ഗസ്റ്റ് ഹൗസിലെ റൂമിലെ ജനലിലൂടെ അവിടെ നടക്കുന്നത് എന്തെന്ന് നോക്കി. ആ കാഴ്ച കണ്ട് അവനാകെ വിറങ്ങലിച്ചു പോയി. എന്താ കാഴ്ച എന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. സോറി ഗായ്സ്, എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാളെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.